റസൂലുള്ളാഹിയുടെ സഹാബാക്കളുടെ കൂട്ടത്തിൽ വളരെ പ്രസിദ്ധനായ ഒരു സഹാബിയാണ് സാബിത്ത് ബിൻ ഖൈസ് ബിൻ ഷമ്മാസ് റളിയല്ലാഹു തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖതീബ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. കാരണം അദ്ദേഹം വലിയ ഭാഷാ നൈപുണ്യമുള്ള ആളാണ്, ശബ്ദമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ നബിസ്വാസങ്ങൾക്ക് നിവേദക സംഘങ്ങൾ വരുമ്പോൾ അവരോട് സംസാരിക്കാനൊക്കെ നിമിതങ്ങൾ ഇദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താറുണ്ട്. ഇദ്ദേഹം ഹിജ്റയുടെ 12-ാം വർഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സമയത്ത് മുസൈലമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകന്റെ സംഘവുമായി നടന്ന യമാമ യുദ്ധത്തിൽ പങ്കെടുത്തു. യുദ്ധത്തിനിടയ്ക്ക് കുറച്ച് മുസ്ലിമീങ്ങൾപ്പെട്ട കുറെ ആളുകൾ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടി. ആ ഘട്ടത്തിൽ ഇദ്ദേഹം തന്റെ ശരീരത്തിൽ സുഗന്ധം പുരട്ടി തന്റെ കഫൻ തുണി ധരിച്ച്, മരിച്ചാൽ അദ്ദേഹത്തെ കഫൻ ചെയ്യാൻ തയ്യാറാക്കപ്പെട്ട തുണി ധരിച്ചു കൊടുത്തു യുദ്ധക്കളത്തിലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവേ, ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ ആളുകൾ അവർ ചെയ്ത തെറ്റിൽ നിന്ന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അൻസാരിയെ കൂടെ കൂടി ഒരു കുഴി കുഴിച്ച് അതിനകത്ത് ഇറങ്ങി നിന്നുകൊണ്ട് മുസൈലിമയുടെ സൈന്യത്തോട് ധീരെ അദ്ദേഹം പോരാടി. ആ പോരാട്ടത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് ശത്രുവിന്റെ ആക്രമണം ഉണ്ടാവുകയും അദ്ദേഹം അവിടെ ഷഹീദായി വീഴുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തെ സഹാബാക്കൾ കബറടക്കിയതിനു ശേഷം മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാള് ഈ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നത്തിൽ കണ്ടു. അപ്പൊ ഈ സാബിത്ത് ബിൻ ഖൈസ് സ്വപ്നത്തിൽ പറയുകയാണ്, ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറയുകയാണ്, നീ ഇത് ഒരു ദിവാസ്വപ്നമാണെന്ന് മനസ്സിലാക്കി ഇത് നടപ്പിലാക്കാതിരിക്കരുത്. ഇത് യഥാർത്ഥ സ്വപ്നം തന്നെയാണ് ഞാൻ ഈ പറയുന്നത്, നടപ്പിലാക്കണം. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഷഹീദായി കിടക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൽ വിലപ്പെട്ട ഒരു പടയങ്കി ഉണ്ടായിരുന്നു, ഞാൻ ധരിച്ചിരുന്നു. അത് മുസ്ലിമീങ്ങളിൽപ്പെട്ട ഇന്നയാളെ മോഷ്ടിച്ചിട്ടുണ്ട്, അത് ഇന്ന സ്ഥലത്താൽ സൂക്ഷിച്ചിട്ടുണ്ട്, നീ അത് പോയി എടുക്കണം. ഖാലിദ് റളിയല്ലാഹു അൻഹു സേനയുടെ നായകൻ അദ്ദേഹത്തോട് പറഞ്ഞത് എടുക്കണം. രണ്ടാമത്, എനിക്ക് കുറച്ച് കടമുണ്ട്, നീ മദീനയിൽ ചെല്ലുന്ന സമയത്ത് ഖലീഫയോട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് കടം വീട്ടാൻ വേണ്ടി പറഞ്ഞു, എൻ്റെ കടം വീട്ടാൻ. പിന്നെ എൻ്റെ വീട്ടിൽ ഒരു അടിമയുണ്ട്, എനിക്ക് അടിമയെ മോചിപ്പിച്ചതായിട്ട് നീ അറിയിക്കണം. ഈ 3 കാര്യങ്ങൾ സ്വപ്നത്തിൽ വന്ന് സാബിത്ത് റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടുകാരനെ അറിയിക്കുകയും കൂട്ടുകാരൻ അതനുസരിച്ച് ഈ പറഞ്ഞ സ്ഥലത്ത് അന്വേഷിക്കുമ്പോൾ ആ പടയെങ്കിൽ അവിടെ തന്നെ ലഭിക്കുകയും ചെയ്യും. മദീനയിൽ ചെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് കടത്തിന്റെ കാര്യം പറഞ്ഞു, അടിമയെ മോചിപ്പിച്ച കാര്യം പറഞ്ഞു. ജീവിതകാലത്ത് നമ്മളൊക്കെ വസിയത്ത് ചെയ്യാറില്ല, എന്നാൽ മരണപ്പെട്ടതിന് ശേഷം ഒരു മനുഷ്യൻ സ്വപ്നത്തിലൂടെ വസിയത്ത് നടത്തുകയും ആ വസിയത്ത് നടപ്പിലാക്കപ്പെടുകയും ചെയ്ത ഒരു ചരിത്രമാണ്. നമ്മളൊക്കെ മരണപ്പെട്ട ആളുകളെ പലപ്പോഴും സ്വപ്നത്തിൽ കാണാറുണ്ട്. നമ്മുടെ മാതാപിതാക്കളെ, ബന്ധുമിത്രാദികളെയൊക്കെ മരണപ്പെട്ടതിന് ശേഷം സ്വപ്നത്തിൽ കാണും. അങ്ങനെ സ്വപ്നത്തിൽ കണ്ടാൽ എന്താണ്? മരണപ്പെട്ടവരെ കാണുന്ന സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ സ്വപ്നം പൈശാചികമല്ലെങ്കിൽ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായിരിക്കും. അവരെ നല്ല അവസ്ഥയിലാണ് കണ്ടതെങ്കിൽ ഇൻഷാ അല്ലാഹ് അവരുടെ അവസ്ഥ നല്ലത് തന്നെയായിരിക്കും പരസ്പരം ജീവിതത്തിൽ. മോശമായ അവസ്ഥയിലേക്ക് കാണുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയാകാനാണ് സാധ്യതയുമുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവരുടെ മോശമായ അവസ്ഥ മാറിക്കിട്ടാൻ ആവശ്യമായ പ്രാർത്ഥനകൾ, അവർക്ക് വേണ്ടിയുള്ള ദാനധർമ്മങ്ങൾ ഒക്കെ നിർവഹിക്കുക. അവർക്ക് എന്തെങ്കിലും കടബാധ്യതകളുണ്ടെങ്കിൽ അതൊക്കെ വീട്ടുക. അങ്ങനെ അവരുടെ അവസ്ഥ നന്നാക്കി തീർക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. വിശ്വാസം പറയുന്നത് ദഅവത്തിന് പോവാം, പ്രവാചകത്വം അവസാനിച്ചു, ഇനി വഹി വരാനില്ല, ഞാൻ അവസാന പ്രവാചകനാണ്. പക്ഷേ ഇനി അവശേഷിക്കുന്നത് മുബശ്ശിറാത്തുകളാണ്, സന്തോഷ വാർത്തകൾ. സഹാബാക്കൾ എന്താണ് ഈ സന്തോഷ വാർത്തകൾ? പറഞ്ഞു, അർറുഇയ സാലിഹാത്ത്, നല്ല സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാണ്, അത് പടച്ചവന്റെ ഭാഗത്തുള്ളതായിരിക്കും. അത് ഇനിയും ഉണ്ട്, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുമെന്ന് മാത്രമല്ല, അന്ത്യനാൾ അടുക്കുന്തോറും മുഅ്മിനീങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാധ്യത കൂടി വരും. സ്വപ്നം സത്യമാകാനുള്ള സാധ്യത കൂടി വരികയാണ് ചെയ്യുക അവസാന നാൾ അടുക്കുന്ന സമയത്ത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, കൂടുതൽ സത്യസന്ധരായി ജീവിക്കുന്നവരും സത്യം പറയുന്നവരും കാണുന്ന സ്വപ്നങ്ങൾ സത്യമാകാനുള്ള സാധ്യത കൂടുതലുമാണ്. അതുകൊണ്ട് മരണപ്പെട്ടവർ സ്വപ്നം കാണുന്നത് ഒരു പ്രശ്നമായി കാണേണ്ടതില്ല. ചിലരൊക്കെ അത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളും പെട്ടെന്ന് മരിക്കുന്നൊക്കെയുള്ള വിശ്വാസം നമ്മുടെ ഇടയിൽ, അതൊന്നും ശരിയല്ല. അത് നല്ല അവസ്ഥയിലുണ്ട്, നല്ല അവസ്ഥയിലായിരിക്കും. മോശമാണെങ്കിൽ മോശമാകാൻ സാധ്യതയുണ്ട്. അത് നമ്മളിങ്ങനെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു
നമുക്കെല്ലാവർക്കും ഈമാനും ഇസ്ലാമും നൽകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു സ്വർഗ്ഗവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക വബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തുബു ഇലൈക്.